സർ, നമ്മുടെ ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പലപ്പോഴും കാണുന്നത് കൃത്യമായ ഡ്രൈവിംഗ് അറിയാത്തൊരു പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. സർ, എൻ്റെ ചോദ്യം, ഈ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ രീതിയിൽ ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഗതാഗത വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ശരിയാണ്. വളരെ നിലവാരം കുറഞ്ഞ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളും അവിടെ നിന്ന് യാതൊരു തരത്തിലും വണ്ടി ഓടിക്കാൻ അറിയാത്തവരെയും പുറത്ത് എങ്ങനെയെങ്കിലും ഒരു എച്ചെടുക്കുക, ഒരു എട്ടെടുക്കുക, ഒന്ന് ഓടിക്കുക, കാണിച്ചു കൊടുക്കുക, രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലെ ശതമാനം വിജയ ശതമാനം 52 കുറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റേ 78, 80, 85 ആയിരുന്നു വിജയ ശതമാനം. ഒരു ദിവസം 90%. 124 പേര് പരീക്ഷ എഴുതിയതിൽ 122 പേരെയും വിജയിപ്പിച്ച മോട്ടോർ വെഹിക്കിൾ AMEമാരും മോട്ടോർ വെഹിക്കിൾ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. വളരെ കർശനമായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. പരാജയപ്പെട്ടവർ വീണ്ടും എഴുതുന്നതുകൂടി ചേർത്താൽ തന്നെ കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിലെ വിജയ ശതമാനം 52 കുറച്ചിട്ടുണ്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ല, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാധാന്യം കൊടുക്കുന്നത്. നല്ല നിലവാരമുള്ള ലൈസൻസുമായി റോഡിലിറങ്ങണം. അത് പറയുന്നതോട് തന്നെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ വളരെയധികം കഴിയുമെന്നുള്ളതാണ്. നല്ല ഡ്രൈവിംഗ് സംസ്കാരമുള്ളവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിനുള്ള നടപടികൾ കർശനമായി സ്വീകരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലവാരം ഉയർന്നു തന്നെയാകണം. അതിൻ്റെ മോഡലായിട്ടാണ് KSRTC വരുന്നത്. പിന്നെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ, അദ്ദേഹം ചോദിച്ചതുപോലെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ വരുന്നതോടുകൂടി ഇത്തരം പേരുകളെല്ലാം അവസാനിക്കും. അതിനൊരു സ്റ്റാൻഡേർഡ് നിലവാരം ഉണ്ടാകും എല്ലാത്തിനും.